അഭിലാഷേ, ടീച്ചർ നിനക്ക് ബുദ്ധിയുണ്ട്, ഉണ്ട്. പക്ഷേ ശരീരത്തിന് ഭംഗി വേണ്ടേ? വേണം, വേണം, വേണം. അതിനു വേണ്ടിയ ഈ എക്സസൈസ് പഠിപ്പിക്കാൻ പോകുന്നു. ശ്രദ്ധിച്ചു കണ്ടോ? കണ്ടോളാം. ഇങ്ങനെ വെച്ചിട്ട് 1 ആ, 2 3 4. ഓക്കെ ടീച്ചർ, ഓക്കെ. ഞാനും ഇങ്ങനെ ചെയ്യട്ടെ. ആ, അയ്യോ, ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെ ടീച്ചർ? ഞാൻ പഠിപ്പിച്ചു തരാം. ഫസ്റ്റ് കൈ ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് വെക്കണം. വെച്ചല്ലോ. 1 2 3 4. അയ്യോ ടീച്ചർ, നിങ്ങളെ പോലൊരു ടീച്ചർ നമ്മുടെ സ്കൂളിലെ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ജയിച്ചു പുറത്തു വന്നേനെ. അങ്ങനെയോ? എന്നാ ഇനി പേടിക്കണ്ട. ഇപ്പൊ ഞാൻ വന്നല്ലോ, തീർച്ചയായും നീ പാസ്സാവും. എനിക്കത് മതി ടീച്ചർ. ഫോളോ മീ. ഫോളോ മീ. അഭിലാഷ്, ഇതുപോലെ നീ എന്നും എന്റെ കൂടെ ഓടി വരണം. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. ആ PT ടീച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതം തന്നെ തൊലച്ചു കളഞ്ഞില്ലേ? അവളെ എന്റെ ഹൃദയത്തിൽ വരച്ചു വെച്ചിരുന്നതാ. ഒന്ന് പോടാ. ചുവരിലെങ്കിലും ശരിക്ക് പടം വരയ്ക്കാൻ അറിഞ്ഞൂടാത്ത നീ എങ്ങനെയാ ഹൃദയത്തിൽ പടം വരയ്ക്കുന്നേ? ഇതിങ്ങനെ അനുവദിച്ചാ കളി എതിരായിട്ട് മാറൂടാ. പണി പശുവും പാലി കൊടുക്കാം. എടി ചെമ്പകം, എല്ലാ വീട്ടിലും വിളക്കുണ്ടല്ലോ, ഇവന്റെ വീട്ടിൽ മാത്രം എന്താ ഇല്ലാത്തെ? രാജുവിന്റെ അച്ഛൻ മരിച്ചതിൽ പിന്നെ രാജമ്മ വിളക്ക് വെക്കാറില്ല. ഓഹോ. ഏയ്, എവിടെ പോകുന്നു? എന്താ ചെയ്യാൻ പോകുന്നെന്ന് വന്ന് നോക്ക്. എന്താ ഇത് പെട്ടെന്നൊരു വെളിച്ചം? മോളെ, എന്താ ഇത്? എന്റെ വീട്ടിലെ മോള് വന്ന് വിളക്ക് വെക്കുന്നേ. എന്താ പറഞ്ഞേ? നിങ്ങളുടെ വീടോ? ഇതെന്റെ വീട്, എന്റെ ഗ്രാമം. എവിടെ വേണമെങ്കിലും ഞാൻ വിളക്ക് വെക്കും. അത് എന്റെ ഇഷ്ടമാ. മോളെ, എന്താ രാജമ്മ, എല്ലാ വീട്ടിലും വിളക്കുണ്ട്, നിങ്ങളുടെ വീട് മാത്രം. അതുകൊണ്ടാ ഞാൻ വിളക്ക് വെച്ചേ. എന്തേ വെക്കാൻ പാടില്ലേ? ചെമ്പകം, വാടി പോവാ. അമ്മയമ്മയെ കയ്യിലെടുത്തല്ലേ? എന്താടി, അമ്പലത്തിലേക്ക് കൊണ്ടുപോകേണ്ട വിളക്ക് ഇവിടെ കത്തിച്ചു വെച്ചേ? ഇഷ്ടപ്പെട്ട സ്ഥലമാ അമ്പലം. ഇറങ്ങാറായോ മോനെ? ഞാൻ എക്സാം എഴുതാൻ കോളേജ് പോയിട്ട് വരാം. ഇങ്ങനെ കിഴക്കോട് ഇരുന്നേ. സൂക്ഷിച്ചു പോയിട്ട് വാ മോനെ. ഇന്ന് ഇത് ചെലവിന് വെച്ചോ. പോയിട്ട് വരാം. എക്സ്ക്യൂസ് മീ. ഞാൻ അത് നിങ്ങളെ ഐ ലവ് യു. സ്റ്റോപ്പ് ഇറ്റ്. നിനക്ക് മാത്രം തോന്നിയത് കൊണ്ട് അത് പ്രണയമാകുന്നില്ല. എന്റെ ഉള്ളിലും അതുണ്ടാവണം. അതാണ് പ്രണയം. നിങ്ങൾ തന്നെ പ്രണയിക്കും. അവസാനം നിങ്ങൾ തന്നെ ഒരു കാരണവും പറഞ്ഞ് പ്രണയിച്ചവന് ടാറ്റയും കൊടുത്തിട്ട് പോകും. വേറൊരുത്തനെയും കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കും. പക്ഷെ നിങ്ങളെ പ്രണയിച്ച് നിങ്ങളെ മറക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത് കല്ലറയിലാവും. ലുക്ക്, എന്നെ അപേക്ഷിച്ച് പ്രണയമെന്ന് പറയുന്നത് കള്ളമാണ്. ലവ് ഇസ് ബ്ലൈൻഡ്. ലവ് ഇസ് ലൈറ്റ്. Ice cream, ice cream, ice cream, pie ice cream, corner cream, ice cream, ice cream, ice cream, ice cream.
പാൽ ഐസ്ക്രീം, കോൺ ഐസ്ക്രീം, ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം. ഐസ്ക്രീം അമ്മ, ഐസ്ക്രീം വാങ്ങിട്ടോ. അമ്മ ഐസ്ക്രീം, അമ്മ ഐസ്ക്രീം വാങ്ങിട്ടോ. അമ്മു, റോഡ് പോകുന്നെന്ന് ചോദിക്കാൻ പാടില്ല, അച്ഛൻ അടിക്കും. ശാന്തി. ഭംഗിയെന്ന വിഷം കൊണ്ട് അഭിനയിച്ച് ആണിന്റെ മനസ്സിനെ ആട്ടിപ്പായ്ക്കുന്ന അത്ഭുത വിളക്കാണ് സ്ത്രീകൾ. ഇത് അറിഞ്ഞുകൊണ്ടും പ്രണയത്തിൽ വീഴുന്നു ഈ കണ്ണുകൾ. ദൈവം തന്ന ജീവൻ ഇവൾക്ക് കൊടുത്തിട്ട് രാത്രിയേത് പകലേതെന്ന് മറക്കും അവൻ. ബുദ്ധി നഷ്ടപ്പെട്ട കാള. നീ എന്നെ വേണമെങ്കിൽ കളിയാക്കോ, പക്ഷെ എന്റെ പ്രണയത്തെ കളിയാക്കില്ലടാ. എടാ, ഞാൻ നിന്നെ കളിയാക്കിയതല്ല, ഞാനൊരു കവിത വായിച്ചതാ. ഇതാണോ കവിത ബുക്ക്? ഏയ്, എനിക്ക് കവിതകൾ ജീവനാണെന്ന് നിനക്കറിയാലോ. ഇത് നമ്മുടെ കോളേജ് ഡ്രാമയ്ക്ക് വേണ്ടി എഴുതിയ കവിതയാ. കവിത എഴുതാൻ അറിയാവുന്ന നീ പ്രണയത്തെ പറ്റി അറിയാതെ പോയല്ലോ. അതെ അതെ, കോളേജിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ, ഡെയിലി രാവിലെയും വൈകുന്നേരം ഈ ജനലിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താടാ, ജനൽ പ്രണയമാ? ഇവന്റെ കണ്ണുനീർ തുള്ളിയാൽ ജനൽ കമ്പികളും തുരുമ്പിക്കുന്നു. നീ പ്രണയിക്കാൻ തുടങ്ങിയാൽ ആ വേദന നിനക്ക് മനസ്സിലാവും. നീ പ്രണയിക്കുമോ ഇല്ലയോ എന്ന് നിന്നെടുത്ത് പ്രണയിക്കാൻ തുടങ്ങുമ്പോഴേ അതിന്റെ വില നിനക്ക് മനസ്സിലാവും. ശരി ശരി, നീ അത് വിട്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അവളെന്നെ നോക്കുന്നുണ്ടടാ. എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ്. അയ്യോ, കൺഫ്യൂഷൻ ആക്കല്ലടാ. എങ്കിൽ പിന്നെ നിനക്ക് പോയി പറഞ്ഞുകൂടെ അവളോട്? പറ്റുന്നില്ലടാ. ഇപ്പൊ എന്താ വേണ്ടേ? നിന്റെ പ്രണയം അവളോട് പോയി പറയണം, അത്രയല്ലേ ഉള്ളൂ. അതേടാ, പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇവനെ കൊണ്ടൊക്കെ. ബസ് വരുന്നുണ്ടളിയാ. നീ ഇപ്പൊ എടുത്ത് ചാടും തോന്നില്ല. വരട്ടാ. ശരിയാളിയാ, അവിടെ നിന്നെ നോക്കുന്നുണ്ടാ. അയ്യോ, കുറച്ച് മിസ്സായി. അല്ലെങ്കിൽ ഞാൻ വളച്ചെന്നെ അവളെ. പക്ഷെ പറഞ്ഞിട്ടെന്താ, നിനക്ക് എന്നെക്കാളും കുറച്ച് സൗന്ദര്യം കൂടി പോയി. അതാ. സൗന്ദര്യം നോക്കിയല്ല പ്രണയിക്കുന്നത്, അതിനൊക്കെ മുകളിലാണത്. അതാർക്കും പറയാൻ പറ്റില്ല. ശരി ശരി, വിട്, ഞാൻ ഓക്കെ ആക്കി തരാം. കുറച്ച് ചെലവുണ്ടല്ലോ. നീ എന്താ ആലോചിക്കുന്നേ? അത് ഡോക്ടറെ കാണാൻ 100 രൂപ, ഡ്രിപ്പ് ഇടാൻ 150 രൂപ, ബാൻഡേഡിന് 50 രൂപ, പിന്നെ മറ്റു വക ചെലവുകളെല്ലാം കൂടി മൊത്തം ഒരു 300 രൂപ ചെലവ് വരും. എന്തിനാണ് ഇതിനൊക്കെ പണം ചോദിക്കുന്നത്? പിന്നെങ്ങനെ? അവൾ എന്തെങ്കിലും നേറ്റീവായിട്ട് പറഞ്ഞു നോക്കി. മുഖത്തും മുതുകിനും ഒക്കെ അടികൊള്ളുന്നാരാ. നീ പറഞ്ഞില്ലേ പ്രണയം, അതിനും മുകളിലാണിത്. പിരുത്തുകളെയും ആളുകൾ. എന്താടാ, എനിക്ക് ഫുഡ് വാങ്ങാൻ കാശ് തരുന്നു, എന്റെ കോളേജ് ഫീസ് അടയ്ക്കുന്നു, റൂമിന്റെ വാടകയും കൊടുക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതിന് നീ എന്തിനാണ് അത്ര ആലോചിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കുള്ളതെല്ലാം നിനക്കും കൂടി ഉള്ളതല്ലേ? എന്നാ പിന്നെ വാ, ബാങ്കിൽ പോവാം. എല്ലാത്തിനും മുകളിലുള്ളത് അവിടെയല്ലേ. ശരി വാ. ഷർട്ട് പൊളിയായിട്ടല്ലോ.